ഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ള് അത്രയും വേസ്റ്റ് ഉണ്ട്. 2-2.5 മാസം 1.5 മാസമൊക്കെ ആകുമ്പോൾ വലിച്ചൊഴിവാക്കുന്ന ഒരു ഇതിലാണ് മൂപ്പർ ചെയ്തെടുക്കുന്നത്. ദാസേട്ടൻ ഇവിടെ ആദ്യം ചെയ്തിരുന്നത് ഫുള്ള് ഫിൽട്രേഷൻ സിസ്റ്റമൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് പക്ക നാച്ചുറൽ മാത്രമല്ല ടാങ്ക്, നിങ്ങൾക്ക് ടാങ്കൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഫുള്ള് വേസ്റ്റാണ്. ഈ വേസ്റ്റിൽ ഈ ആൽബിനോ കാറ്റഗറീസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അത് നാച്ചുറൽ ആക്കി മാറ്റിയെടുത്താണ്. അപ്പോൾ ഈ ഫിഷിനൊക്കെ ഇപ്പോൾ നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വെള്ളത്തിലും കൊണ്ടുപോയി വളർത്താൻ പറ്റിയ ഒരു ക്വാളിറ്റിയിലാണ് അദ്ദേഹം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണിക്കണം. ഇപ്പോൾ ഈ ആൽബിനോ കാറ്റഗറിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് വേസ്റ്റാണ്. ഈ ടാങ്ക് ഫുള്ള് വേസ്റ്റാണ്. ഇതിലൊക്കെ ഈ ഫിഷ് എത്രത്തോളം ആക്റ്റീവായി നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ വീക്കിലി 2 ടൈം വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് ഫിഷ് ഡെഡ് ആവുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഇവിടെ ഫിഷ് ഡെഡ് ആവുന്നില്ല. അതുപോലെ തന്നെ ദാസേട്ടൻ ഇവിടെ ചെയ്തിട്ടുള്ളത് മറ്റേ റാക്കറ്റ് ഡിഫറെന്റ് ട്രൈ ആണ്. ഇതിലൊക്കെ ഫുൾ ലോഡാട്ടോ ഫിഷ്. മൊത്തം ഫിഷാണ് ഈ കാണുന്നതൊക്കെ. ഈ കാണുന്ന ഗ്ലാസ് ടാങ്ക് കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഫുള്ള് ഫിഷ് ആട്ടോ. ഒറ്റ ടാങ്കിൽ ഫിഷ് ഇല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുഡ് ബേസിന്, അതുപോലെ സിമെന്റ് ടാങ്ക്, ഫ്രിഡ്ജ് ബോക്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ദാസേട്ടാ ഇതേതാണ് ആൽബിനോ കിങ് കോയിയാ? റെഡ് ഇയർ കോയില്ലേ? എന്താ ഭംഗിയുണ്ട് സാധനം. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഈ സൈസ് നമുക്ക് സെയിൽ ചെയ്യാണ്ടല്ലേ? സെയിലിനുള്ള സൈസ് ഉണ്ട് ഇത്. ഏതാ വെറൈറ്റി? മോസ്കോ ടൈഗർ അല്ലേ? അടിപൊളിട്ടാ ടൈല്, ഒരു രക്ഷയില്ല. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളല്ലേ? ദാസേട്ടാ ഇത് നമ്മുടെ ബ്ലൂ പാണ്ട ഡംബോയർ അല്ലേ ഇത്? ഇത് പുതിയ സ്ട്രെയിൻ ആണല്ലോ. ഇതൊക്കെ നമ്മളിത് കൊടുക്കാണ്ട് ഇപ്പൊ ഈ സൈസ് കൊടുക്കാനുള്ളതാണല്ലേ? ഇതേതാ വെറൈറ്റി പറഞ്ഞേ? ബ്ലൂ കോയില്ലേ? ഇതൊക്കെ പുതിയ സ്ട്രെയിൻ ആണല്ലോ അല്ലേ? ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാണ്ടല്ലേ? ഇത് എല്ലാത്തിനും കോഴി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപൂർവാണല്ലേ? അപൂർവം ഇറങ്ങുള്ളൂ. ഫുൾ റെഡ് ആൽബിനോ ഫുൾ റെഡ് റെഡ് ഇയർ അല്ലേ? ഇത് ഇയറൊക്കെ സ്റ്റേബിൾ ആണ് അതിന്റെ? കൊടുക്കുള്ളൂ. 4 മാസം കഴിയും. റെഡ് ഇയർ കയറി വരാൻ 4 മാസം കഴിയില്ല. 4 മാസം എടുക്കും. അത് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. അതിപ്പോ ഒരു ബാച്ച് മക്കളാണെങ്കിൽ കാണുന്നത്. ഇത് ഒരു ബാച്ച് ആണല്ലേ? ഇതിന്റെ അപ്പുറത്തെ ടാങ്കില് ഇതിന്റെ തന്നെ വേറെ ബാച്ച് ഉണ്ടാവും. ഇതിന്റെ വേറെ ബാച്ച്. അപ്പൊ നിങ്ങൾ ഓരോ ബാച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വളർത്തുന്നത്? അതെ. പ്രായം കൂടി കൊടുക്കാൻ മേലോ. ശരിയാണ്. മാസം കൂടുമ്പോഴാണല്ലേ? 1.5-2 മാസത്തിനുള്ളിൽ. 1.5-2 മാസം. അപ്പൊ അത്രയും വേസ്റ്റ് ഉണ്ട്. അതിന് തെളിവ് ഈ ടാങ്കിൽ കാണുന്നുണ്ട്. അല്ലേ പറഞ്ഞേ, ഞാൻ അങ്ങനെ വലിക്കുള്ളൂ. കാരണം നഷ്ടം വന്ന് നമുക്ക് ശീലായി. ഇങ്ങനെ നഷ്ടം വീഴാൻ ശ്രദ്ധിക്കായിട്ടാന്ന് പറയാ. ശ്രദ്ധ കൂടിയിട്ട് നഷ്ടം വരുമ്പോഴാണ് സങ്കടം. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ട് പിന്നെ നമുക്ക് നഷ്ടം വരുമ്പോ അതൊരു ടെൻഷൻ തന്നെയാണ്. ഇതേതാന്ന് പറഞ്ഞേ? ബ്ലൂ ഡ്രാഗണില് സാധാ റിബൺ ഇല്ലാതെ നോൺ റിബണ്. ഇതിലും 3 കളർ ഇറങ്ങുന്നുണ്ടല്ലേ? ഒക്കെ 2 ലൈറ്റിലുണ്ട്. മെയിലെ ലൈറ്റിന് ഒന്നാണ്, ഫീമെയിലിനാണ് ചേഞ്ച് ഉള്ളൂ. ദാസേട്ടാ പിന്നെ ഇപ്പൊ നമ്മള് ഈ കാണുന്നത് ആൽബിനോ വെറൈറ്റി അല്ലേ ഇത്? അപ്പോ ഇതിന്റെ ടാങ്ക് മൊത്തം ഡേർട്ടി ആണല്ലോ. ഇത് വേസ്റ്റ് നിങ്ങൾ വലിച്ചിട്ടില്ല? അങ്ങനെ നിർത്തിയിട്ടാണ് ഞാൻ അവരുടെ സ്വഭാവം ശരിയാക്കുന്നില്ല. നിർത്തി ഒരാൾക്ക് കൊടുത്തിട്ട് അവന്റെ 4 ദിവസം കച്ചറയായിട്ട് ആകുവാണെങ്കിൽ അത് സങ്കടമല്ലേ? ഇങ്ങനെ എങ്ങനെ കിട്ടും അങ്ങനെയൊക്കെ നോക്കും. ഇതിപ്പോ ഏത് വെള്ളത്തിൽ കൊണ്ടായാലും വളരില്ല. അവിടെ നിൽക്കണം. കാരണം ഇപ്പൊ ഈ ടാങ്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ടാങ്കിൽ അത്രയും വേസ്റ്റ്. എന്നിട്ട് ഈ ആൽബിനോ ഫിൽട്ടറിന് അത്രയും ഒരുപാട് മീനും ഉണ്ട്. പക്ഷെ ഫിഷിന് ഒരു അസുഖവും ഇല്ല. ഫുള്ള് ആക്റ്റീവാണ്. വെള്ളം നല്ല ചെളിയാണ്. വേസ്റ്റ് കിടക്കും. ഈ എയറിനെ വലിക്കുമ്പോ 2 മാസം ആകുമ്പോ എന്റെ അടിയിൽ നിന്ന് എയറിട്ട് വലിച്ചാൽ കംപ്ലീറ്റ് കട്ടന എടുക്കും. വെള്ളം അടിച്ച് വരും. വേറെ പണിയൊന്നും എടുക്കില്ല. ക്ലാസ് വരുന്നില്ല. ഇല്ല. അതിപ്പോ എന്തായാലും ഒരു ദിവസങ്ങൾ എവിടെയെങ്കിലും പോയി അന്ന് തിന്നാൻ കൊടുത്തിരിക്കാൻ മീനിന് എനർജി കുറയില്ല. അതിന് അടിച്ചു അതൊക്കെ കുത്തി അവർ നിൽക്കും.
എമറാൾഡ് ഗ്രീയാണ്. ഇത് എമറാൾഡ് ഗ്രീൻ അല്ലേ? നമ്മുടെ അടുത്താണ് ഗ്ലാസിന്റെ കളിയാണ്. ഇതൊക്കെ പോയിട്ട് യെല്ലോ പാണ്ട. യെല്ലോ പാണ്ട അല്ലേ? ആ റെഡ് പാണ്ടന്റെ യെല്ലോ വരുന്നുണ്ടല്ലേ? യെല്ലോതാ റെഡ് പാണ്ടന്റെ യെല്ലോ പാണ്ട ക്യാബിലേക്ക് ശ്രദ്ധിക്കുക. അല്ലേ അത് ഗ്ലാസ്സിലിട്ട് ഇങ്ങനെ കാണുമ്പോഴേ നിങ്ങൾക്ക് അവരെ തനിനിറം കാണുള്ളൂ. പിന്നെ ഈ കാണുന്ന ഏതാണ്? മെറ്റൽ ഗാലക്സി ബ്ലൂ ടൈല്. മെറ്റൽ ഗാലക്സി ബ്ലൂ ടൈൽ അല്ലേ? അയ്യോ അടിപൊളി. അതിൽ സോളോ ഉണ്ട്. സോളോ റിബണാ? സോളോ അത് പോണത് സോളോ ആണ്. അതിന് ടൈലില്ലേ? ടൈല് അതിൽ തന്നെ ഇറങ്ങണത്. അതിൽ തന്നെ ഇറങ്ങുന്നതാണ് ടോളി ടോർസൽ. ടോളി ടോർസൽ. ഓക്കെ ഓക്കെ. അതാ ഭംഗിയുള്ള കപ്പി കേട്ടത്. വിലയുണ്ട് അല്ലേ? ചേട്ടാ ഈ വലിയ ടാങ്കിൽ കാണുന്നത് എന്താണ്? സാന്റാ ബുഹാരി. സാന്റാ ബുഹാരി അല്ലേ? ഇത് പുതിയ ലൈനേജ് ആണല്ലേ? പുതിയ ലൈനേജ് ഈ കൊല്ലത്താണ് ഇതൊക്കെ. ഇതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടഡ് എടുത്താ? ഇത് ജോലി ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ ഭയങ്കര വിലയാണ്. ഭയങ്കര വില ഉണ്ട് അല്ലേ? ഇതേതാ വെറൈറ്റി ചേട്ടാ? ഗ്രീൻ ലൈസ് അല്ലേ? ജപ്പാൻ ബ്ലൂ ടൈലിന്റെ. ജപ്പാൻ ബ്ലൂ ടൈലിന്റെ മെയിലാണല്ലേ ഇത്? ജപ്പാൻ ബ്ലൂ ടൈലിന്റെ മെയിലല്ലേ? നല്ല ടൈലുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ കണ്ടോ ഈ വലിയ ബോക്സിലുള്ളത്. ഈ ബോക്സിലൊക്കെ അതന്നെയല്ലേ? ഒക്കെ അതാണ്. ഒരുപാട് പീസ് ഉണ്ടല്ലോ. അതിന് ബ്രൂഡ് അതാണ്. മക്കള് കുറെ ആകുമ്പോ ഇതിലേക്ക് പിടിച്ചിടും. ഇതിന് പിന്നെ ഇങ്ങനെ നമ്മൾ പിടിച്ചു കൊടുക്കും. ഇതിന്ന് പിടിച്ചു കൊടുക്കും. ഇത് ഏതാ വെറൈറ്റി? ഇതറിയില്ല. പർപ്പിൾ മൊസൈക്ക് അല്ലേ? ആ പ്രിന്റഡ് ചെയ്ത് വരുന്നതാണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണല്ലേ? ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോ അതിന് ജോഡി വലിപ്പമുള്ള സൈസ് ഇങ്ങനെ പിടിച്ചു കൊടുക്കും. ടൈൽ ഏത് കളറിൽ വേണമെന്ന് ചോദിക്കും, അതുകൊണ്ട് കൊടുക്കും. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയില്ല. ചില്ലി മൊസൈക്ക് അല്ലേ? ചില്ലി മൊസൈക്ക് ഉണ്ടാകുമ്പോ ഇതിലൊക്കെ ഫീമെയിലിന്റെ സൈസ് എന്താ? ഒരു കാരണന്മാരെ വിടൂല. ഇത് ജപ്പാൻ ബ്ലൂ ടൈലിന്റെ ഒരു ഐറ്റാണ്. ജപ്പാനീസ് ബ്ലൂ ടൈലിന്റെ വേറെ ഐറ്റം അല്ലേ? അത് തന്നെ സാധനം. വേറൊരു പ്രായത്തില്, അതായത് മാസം പ്രായം കൂടുതലുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ജോഡി 2 ജോഡി മേടിക്കാൻ പറ്റുന്ന ഇതിന് കൊടുക്കും. വലിയ ഫീമെയിൽ ഇതിലുള്ളത്. ഇത് പിന്നെ നമ്മളെ ബിഗ് ഇതോ? ഇത് ഇതിന് ടച്ച് ആയത് മിക്സ് ആയത് മാറ്റിട്ടാണ്. ക്രോസ് ആയത് മാറ്റി. ഏതാ വെറൈറ്റി പറഞ്ഞേ? വയലറ്റ് റസൂലി അല്ലേ? അവരൊക്കെ നിങ്ങൾ ഗ്ലാസ്സിലിട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ തനിക്കുള്ള കോലം കാണും. അപ്പോൾ ദാസേട്ടാ, പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്തിനെന്താ? നമ്മൾ ബേസണും അതുപോലെ ആ കാണുന്ന സിമെന്റ് ടാങ്കൊക്കെ ആണല്ലേ? ഓക്കെ. ഇതിലൊക്കെ എന്താ പിന്നെ ഇതിലൊക്കെ യെല്ലോ ടെക്സിഡോ? ഇതിന്റെ ചേവലിനെ ശ്രദ്ധിച്ചാ? ഇതിന്റെ ചേവല് ടൈലൊക്കെ നല്ല അടിപൊളി ടൈലാണല്ലേ? വെള്ളം കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് കാണാൻ കുറച്ചൊരു ഇതുണ്ട്. ഇത് ടെക്സിഡോക്കോയി തന്നെ സാധനത്താണ്. ടെക്സിഡോക്കോയി ഇതിന് ഇയർ വരുന്നുണ്ടല്ലോ. അല്ലേ പറഞ്ഞു. ഇവിടെ ഉള്ളത് ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് പറയാൻ കാരണം അതാണ്. ഏതെങ്കിലും സാധനം ഇവിടെ ഇല്ല. പിന്നെ ഈ ടാങ്ക് കണ്ടതാണ് നമ്മുടെ ഓരോ ക്വാളിറ്റിയിലും ഓരോന്നായിട്ട് തന്നെ നിർത്തണല്ലേ? ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ഫുൾ ഗോൾഡ് അല്ലേ? ഫുൾ ഗോൾഡ്. അടിപൊളി കളർ. ഇവരൊക്കെ ഈ ചളിവെള്ളത്തിൽ തന്നെ നിർത്തിയിട്ടാണ് അവർ നമ്മള് സൈസ് ആക്കി എടുക്കുന്നത്. ദാസേട്ടൻ ഇവിടെ വെള്ളമൊന്നും മാറ്റാറില്ലല്ലേ? അങ്ങനെ എളുപ്പം 2 മാസം വരെ മാറ്റില്ല. ഒരു ചെവി ഉണ്ടല്ല. അപ്പൊ ഇങ്ങനെ ബിഗിയറിന്റെ ചെവി ഉണ്ടോ? അപ്പൊ ദാസേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഈ വെള്ളം മാറ്റാതെ ഫിഷ് ഡെഡ് ആകുന്ന പ്രശ്നം അങ്ങനെ എന്തെയ്യണ്ട? ഇതിപ്പോ നിങ്ങൾ ഇത്ര മീൻ കണ്ടില്ല, ഏതെങ്കിലും ഡെഡായി കിടക്കണം. അതാണ് പറയുന്നത്. നമ്മളൊക്കെ അപ്പൊ ഇവർക്ക് വെള്ളം അത്ര ക്ലിയർ വേണ്ടെന്ന് നിങ്ങളെ എക്സ്പീരിയൻസിൽ പറയണ്ടേ? ഇത് ഈ പിടിച്ച ബോക്സിൽ കാണാനൊക്കെ ഇതൊക്കെ ഒരുപാട് പീസ് ഉണ്ടല്ലോ. ഇത് സ്നേക്കിംഗ് ബ്ലൂ അല്ലേ? ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് സിൽവർ ആടുമാണ്. സിൽവർ ആട് കാണില്ല. വെള്ളം ഡാർക്ക് ഗ്രീൻ ആൽഗേ വാട്ടർ ആയതുകൊണ്ട് കാണാൻ. ഈ കാണുന്നത് ഏതാ? ഇതും ടെക്സിഡോക്കോയി തന്നെ. ടെക്സിഡോക്കോയി ഒരുപാടുണ്ടല്ലോ അവിടെ. ഒരുപാട് ഇതേതാണ് നമ്മളെ ഫുൾ ബ്ലാക്കോ? തായ്വാൻ ബ്ലൂ അല്ലേ? എല്ലാവിധ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ.
ദാസേട്ടാ ഇത് കാണുന്നത് നമ്മുടെ ആൽബിനോ ഫിൽറ്ററിന്റെ ബ്ലൂ ഇയർ ആണല്ലോ അല്ലേ? ഇതൊക്കെ അത്യാവശ്യം പീസ് ഉണ്ടല്ലോ ഇവിടെ. ഇതെങ്ങനെ അതിന്റെ ഇയർ സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെ? കുഴപ്പമില്ലല്ലോ. മറ്റേ അതിൽ കുറച്ച് ആ കളർ ചേഞ്ച് ഉള്ളത് വേറെ ഇതിന്റെ ഇപ്പൊ നമുക്ക് പിടിക്കാനുള്ളതാണ്. ശരി, മാറ്റിയെടുക്കാനുള്ളതാണല്ലേ? ആയിട്ടില്ല. ഉള്ളതൊക്കെ നല്ല ഇയർ നല്ല കാണുന്നുണ്ട്. നല്ല ബ്ലൂ ഇയർ, ഡാർക്ക് ബ്ലൂ ഇയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ദാസേട്ടാ ഈ കാണുന്ന വെറൈറ്റി ഏതാ? റെഡ് ബ്ലൂ ഇയർ അല്ലേ? അത്യാവശ്യം പീസ് ഉണ്ടല്ലോ. ഇത് ഇവര് ഇതിൽ തന്നെ ബ്രീഡ് ആവുന്നുണ്ടല്ലേ? ഇതിൽ തന്നെ ബ്രീഡായി ഇതിൽ തന്നെ വലുതായി വരുന്നതാണല്ലേ? ഇത് കുഞ്ഞുങ്ങള് അതിൽ തന്നെ കയറിക്കും, ബ്രീഡിംഗ് ഏജ് കയറിക്കും അല്ലേ? അപ്പൊ ഇതൊക്കെ സെയിലിനുള്ളതാണല്ലേ? പിന്നെ ദാസേട്ടൻ ഇവിടെ കൊറിയർ ചെയ്യുന്നുണ്ടോ? കൊറിയർ ഇല്ലല്ലേ? ഇവിടെ വന്ന് കളക്ട് ചെയ്യണല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സാധനം കളക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരില്ല. ദാസേട്ടാ ഈ കാണുന്ന വെറൈറ്റി ഏതാ പറഞ്ഞേ? ബ്ലാക്ക് ഇയർ കോയില്ലേ? ഏകദേശം നമ്മളെ ടെക്സ്റ്റോ കോയിന്റെ ഒക്കെ പാറ്റേൺ ഒക്കെ അതിന്ന് ഇറങ്ങി നിങ്ങൾ സ്റ്റേബിൾ ആക്കി എടുത്താണല്ലേ? എല്ലാത്തിനും നല്ല ക്യാപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയറും ഉണ്ട് അല്ലേ? ഇവിടെ പുറത്ത് സൈഡിൽ ചെയ്തിട്ടുള്ള പിന്നെ നമ്മളെ ഡ്രം കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 40 ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 40 ഡ്രം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദാസേട്ടന്. പിന്നെ ഇതിലൊക്കെ കാണാൻ കഴിയുന്നത് ഫുള്ള് ഗപ്പീസാട്ടോ. ഫുൾ ലോഡാണ് ഫിഷ്, മൊത്തം ഫിഷാണ്. ഇതെല്ലാം നമുക്ക് ഓരോന്ന് എടുത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ഇതിലൊക്കെ ഫിഷാണ് ഈ കൊടുക്കുന്നതൊക്കെ. ഫുൾ ടാങ്ക് ഫില്ലാണ്. ഈ കാണുന്ന സാധനം ഏതാണ്? നല്ല സൈസുള്ള ഗപ്പീസാണ് ഇതൊക്കെ. ടോപ്പാസ് ബ്ലൂ. ഇതൊക്കെ എത്ര മാസം പ്രായമായ ഗപ്പീസാണ് ഇതൊക്കെ? 4-5-6 മാസം പ്രായമുണ്ടല്ലേ? ഇത് കൊണ്ടുപോയി അപ്പോൾ ബ്രീഡാവും. ഈ ടാങ്കിലുള്ള ഏതാ? നമ്മളെ പ്ലാറ്റിനം റെഡ് ഡംബോയർ ആണല്ലേ? ഇതിന് ന്യൂ ലൈനേജ് ആണ് ഇത്. ഇതൊക്കെ സെയിലിനുള്ളതാണല്ലോ അല്ലേ? ഇത് ഫീമെയിലിന് ഇയർ വരുന്നുണ്ടല്ലേ? ഇപ്പൊ ഇറങ്ങണൊക്കെ ഫീമെയിൽ ഇയർ ഉള്ളതാണല്ലേ? സൂപ്പറാണ് സാധനം. ഒക്കെ ഇയർ ഇറങ്ങുന്നുണ്ടല്ലേ? ഓക്കെ. ഈ ടാങ്ക് കാണുന്ന സാധനം ഏതാണ്? ആൽബിനോ സിൽവറാഡോ അല്ലേ? അപ്പൊ ഈ ടാങ്ക് കിടക്കുന്ന വെറൈറ്റി ഏതാണ്? റെഡ് പാണ്ട അല്ലേ? ഇതൊരു അത്യാവശ്യം പീസ് കൊടുക്കാനുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇതൊക്കെ എത്ര മാസം പ്രായം പീസാണ് ഇതൊക്കെ? എല്ലാം അഡൽട്ട് ആണല്ലേ? ഇതിൽ എടുക്കുന്ന വെറൈറ്റി ഏതാണ്? ഫുൾ ബ്ലാക്ക് അല്ലേ? ഓക്കെ. ഇത് ഒരുപാട് പീസ് ഉണ്ടല്ലോ അല്ലേ കൊടുക്കാൻ? ഇതൊക്കെ സെയിലിനുള്ള സൈസ് ആണല്ലോ അല്ലേ? ഓക്കെ. ദാസേട്ടൻ ഇതിന്റെ മുന്നേ ഇവിടെ ഫിൽട്രേഷൻ സിസ്റ്റം ഒക്കെ ചെയ്തിരുന്നില്ല? എല്ലാം ഫിൽട്രേഷൻ ചെയ്തിട്ട് ഒക്കെ നിങ്ങൾ ഒഴിവാക്കിയപ്പോ നാച്ചുറൽ ആക്കി. അവിടെ നിൽക്കൂല. മറ്റേത് നമുക്ക് കറണ്ട് ചെലവ് ഒക്കെ ഒരു പ്രശ്നമായിരുന്നില്ല. കറണ്ട് ചെലവില്ല. അപ്പൊ ഇവിടെ ഉള്ളതൊക്കെ ഹൈബ്രിഡ് ആണേനും ഒക്കെ സാധാ രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടില്ലേ? ഇതൊക്കെ ദാസേട്ടൻ ആദ്യം ഇവിടെ ഇതൊക്കെ കാണാൻ കഴിയും. ഫുള്ള് ഫിൽട്രേഷൻ സിസ്റ്റം ഒക്കെ വെച്ചിരുന്നു ഇതിൽ. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ നാച്ചുറൽ മെത്തേഡിലാക്കിയിട്ടാണ് ഇത് ഈ ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഫിഷ് നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഏത് വെള്ളത്തിലാണെങ്കിലും ഫിഷ് ഉഷാറായിട്ട് നിൽക്കും. അത് ഗ്യാരണ്ടിയാണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഈ ടാങ്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഇതിൽ വേസ്റ്റും കാര്യങ്ങളുണ്ട്. ഫിഷിന് ഒരു കുഴപ്പമില്ല, ഫിഷൊക്കെ ആക്റ്റീവ് ആണ്. അതെ നമ്മളെ സിൽവറാഡോ കോയിൽ ബിഗ് ഇയർ വരുന്നതല്ലേ? നല്ല ഡാർക്ക് ഇയർ ആണല്ലേ? അതാണ് നമ്മള് ശരിക്കും മീനിന്റെ എനർജി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഇത് നമ്മളെ വെള്ളം ഒന്നും തിളക്കിയാൽ മീൻ എന്താ ചെയ്യുന്നു? മീൻ ഒളിക്കുകയാണോ അടുത്തേക്ക് വരികയാണോ? ഇത് നമ്മുടെ പർപ്പിൾ മൊസൈക്കല്ലേ? ഇതിൽ പിന്നെ 3-4 കളർ ഇറങ്ങൂല? 3 മൊസൈക്ക് എന്ന് പറഞ്ഞാൽ തന്നെ പല കളറിൽ ഇറങ്ങൂല. ടൈഗർ എന്ന് പറഞ്ഞാൽ പുള്ളി ഇല്ലാതെ ടൈഗർ ഇല്ല. ഏതാ വെറൈറ്റി? അത് വയലറ്റ് റസൂലല്ലേ? നല്ല ഭംഗിയുള്ള ഗപ്പിയാട്ടത്. ഇതില് 2 കളർ ഇറങ്ങുന്നുണ്ടോ? 2 കളർ. ആ കാണുന്ന 2 കളർ അതിലിറങ്ങും. ഈ 2 കളർ ഇതിലിറങ്ങൂലേ? ഞാൻ കൊണ്ടുവരുമ്പോ ലൈറ്റ് ബ്ലൂ ഉള്ളത് അതിലാണ് ഡാർക്ക് ബ്ലൂ ഇറങ്ങിയത്. ഡാർക്ക് ബ്ലൂ അതിൽ ഇറങ്ങി വന്നിട്ടുണ്ടല്ലേ? ഇത് നല്ല വലിപ്പമല്ലേ ഇതിൽ ടൈല്? നല്ല ടൈലാണ്. അതിലെ പിന്നെ നല്ല തെളി വെള്ളത്തിൽ ഇങ്ങനെ നിന്നാലും നോക്കല്. ഇനിയും വല്ലാനുണ്ട് ജോലി. ഇനിയുണ്ടല്ലേ? ഇതൊക്കെ നമ്മളടുത്ത് കൊടുക്കാനില്ലേ സാധനം?
ഇതേതാ വെറൈറ്റി ഫുൾ ഗോൾഡാ? ഗോൾഡ്, പക്ക ഗോൾഡ് ആണല്ലേ ദാസേട്ടാ? ഒറിജിനാലിറ്റി അതാണ്. ഇവർക്കൊക്കെ എന്താ ഫീഡ് കൊടുക്കണം നിങ്ങള്? ഞാൻ സാധാ ചെമ്മീൻ തീറ്റന്നെ കൊടുക്കുന്നത്. അപ്പൊ കളറൊന്നും കയറുന്നില്ലല്ലേ? മറ്റുള്ളത് കൊടുക്കുമ്പോഴാണ് ചേഞ്ച് വരുന്നത്. പ്ലേക്കും ഇത് കൊടുക്കുമ്പോഴാണ് മീനിനൊക്കെ മാറ്റങ്ങൾ വരുന്നില്ലേ? നിങ്ങളവിടെ മൊയിന അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? മൊയിന കൊടുത്തിരുന്ന്, ആറ്റിമ കൊടുത്തിരുന്ന്, മറ്റേത് കൊടുത്തിരുന്നു, കൂത്താടി കൊടുത്തിരുന്നില്ല. ആൽബിന പിള്ളറിന്റെ ഐഡോർസിലല്ലേ? HD എന്ന് പറയും. ഇതൊക്കെ ഒരുപാട് പീസ് ഉണ്ടല്ലോ ഇവിടെ സെയിലിന്. മക്കളായി വരല്ലേ. ഇതേതാ വെറൈറ്റി പറഞ്ഞു? മിൽക്കി വൈറ്റ് അല്ലേ? ഇതൊക്കെ സെയിലിനുള്ളതാണ്. സോ ഫ്രണ്ട്സ്, വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടുത്തെ എല്ലാ ഫിഷിൻ്റെയും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അതിന് മാത്രം ഫിഷ് ഉണ്ട്. 100+ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഹൈബ്രിഡ് ആയിട്ടും പിന്നെ നമ്മളെ നോർമൽ ഗപ്പീസ് ആയിട്ടെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ഫാമിൽ കൊറിയർ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഫാമിൽ വന്ന് ഫിഷ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ വീണ്ടും പുതിയൊരു ഫാം വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.